സോ ആകെ ഈ പ്രപഞ്ചം കൺഫ്യൂഷനാണ്. അവിടെ പഠിക്കാതിരിക്കുക. പക്ഷെ കൺഫ്യൂഷൻ ആണെന്ന് അറിഞ്ഞ് അത് തന്നെ പഠിക്കുക, എന്നിട്ട് അതിൽ കൺഫ്യൂഷൻ ഇല്ലാതാക്കുക. അതാണ് നിങ്ങളുടെ പഠിത്തം. ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ മറ്റൊരു ഒറ്റ അടിക്കറിഞ്ഞു, ആദ്യത്തെ അടിക്കറിഞ്ഞു, ഇത് കൺഫ്യൂഷനാണ്. സോ വാട്ട്? ഇത് വളരെ എളുപ്പത്തിൽ അറിയാവുന്ന സാധനമാണ്. ഒറ്റ കാര്യത്തിലേ ഇടപെടേണ്ടുള്ളൂ. അതിനറിയാം ഇതിന്റെ കുഴപ്പം മുഴുവൻ. പിന്നെ വീണ്ടും വീണ്ടും ഇതിനിടപെടണം. അതുകൊണ്ട് മനസ്സ് എന്നത് സങ്കല്പ വികല്പാത്മകമാണ്. മനസ്സുകൊണ്ട് പഠനമില്ല. മനസ്സെന്ന ഫാക്കൽറ്റി കടന്നു വന്നാലറിയാം. അതങ്ങനെയാണ്. അതിങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഇങ്ങനെ മാത്രമേ ഉള്ളോ? അങ്ങനെ ഉണ്ടാവും. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. വഴക്കായി. കാരണം പ്രപഞ്ച നിയമത്തിന് ഒറ്റയ്ക്കൊരുത്തരം ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രം. ഉണ്ടെന്ന് വിചാരിച്ചാ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടെന്ന്. പഠിച്ച് ശാസ്ത്രം തന്നെ എത്തിയിരിക്കുന്നത് മാറ്റമാണ് ശാസ്ത്രം എന്നാണ്. മാറ്റം മാത്രമാണ്. അതുകൊണ്ടാണ് മനസ്സേ ഉള്ളൂ ശാസ്ത്രത്തിന്റെ ലോകത്ത് നിന്ന്. ഭാരതീയന് ശാസ്ത്രത്തിന്റെ ലോകത്ത് മനസ്സില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാറ്റമല്ല ശാസ്ത്രം. ശാസ്ത്രം ശാസിക്കുന്നവനുമാണ്, മാറാത്തവനുമാണ്. അതുകൊണ്ട് ഭാരതീയ വൈജ്ഞാനികന്മാർ ശാസ്ത്രമെന്ന് ഉപയോഗിക്കുന്ന ശബ്ദത്തിന്റെ ഇക്വലന്റ് അല്ല സയൻസ്. അത് തന്നെ മനസ്സിലായോന്നറിയില്ല. പണ്ട് ആരൊക്കെയോ ശാസ്ത്രം എന്ന് ഉപയോഗിച്ചു, ഇപ്പൊ കുറെ പേര് സയൻസ് എന്ന് ഉപയോഗിക്കുന്നു. ശാസ്ത്രം സമം സയൻസ് അല്ല. ശാസ്ത്രവും ശാസ്താരവും ശാസിതാവും എല്ലാം ചേർന്നു വരുന്ന പദങ്ങളാണ്. ശാസ്ത്രവും ശാസ്ത്രജ്ഞനും ഒന്നും അതിൽ ചേർന്നു വരുന്ന പദങ്ങളല്ല. ശാസ്ത്രം ശാസിതാവിന്റെ അനുഭൂതിയാണ്. ശാസ്ത്രം ശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലാണ്. ദിസ് മച്ച് ഈസ് ദ ഡിഫറൻസ്. ഇനി ആ ഡിഫറൻസ് സൂക്ഷ്മമായി മനസ്സിലായോ എന്നറിയില്ല. ശാസ്ത്രം ശാസിതാവിന്റെ അനുഭൂതിയാണ് കേവലതയിൽ. ശാസ്ത്രം ശാസ്ത്രജ്ഞന്റെ ഇന്ദ്രിയപരതയിലെ കണ്ടെത്തലാണ്. അത് ഈക്വലന്റ്. അത് ഈക്വൽ. ശബ്ദം കൊണ്ട് തന്നെ ഈക്വൽ അല്ല. അവ ഈക്വിറ്റിയും വരുന്ന അപകടം ഓർക്കണം. ഇതാ മനസ്സ് കുഴപ്പമുണ്ടാക്കുന്നത്. മനസ്സിങ്ങനെയുള്ള ഒരുപാട് ഭാരതീയ ദാർശനികമായ ഒരു അനുഷ്ഠാന തത്വയെ മനസ്സിന്റെ തലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞവൻ പഠിക്കാനൊരുങ്ങിയാൽ 1000 ഇക്വലൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കും. അല്ലാതെ ഒറിജിനൽ ധരിക്കില്ല. അതുകൊണ്ട് പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് വൈകല്യമുണ്ട് കൈവല്യത്തെക്കാൾ. ഇതിന്റെ പഠനത്തിൽ വിഷയലോകങ്ങളിൽ നിന്ന്, ഇന്ദ്രിയലോകങ്ങളിൽ നിന്ന്, മനോലോകങ്ങളിൽ നിന്ന്, ബുദ്ധിയുടെ ലോകങ്ങളിൽ നിന്ന് ഒക്കെ അപ്പുറമായ ഏകാഗ്രതയുടേതായ ഒരു ചിത്തപ്രസാദന ലോകത്തിലേക്ക് എത്തുമ്പോഴേ ഗുരുശിഷ്യ പാരസ്പര്യം തുടങ്ങുന്നുള്ളൂ. അവിടെ വരെ ലോകം തന്നെ വ്യത്യസ്തമാണ്. അവിടെ യുക്തിയില്ല, അവിടെ അപഗ്രഥനമില്ല, അവിടെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ല.
അവിടെ ജാഗ്രത സ്വപ്നങ്ങളൊക്കെ ഏകീഭവിക്കും. താന്ത്രിക അനുഭൂതിയിൽ താന്ത്രിക ആചാര്യന്മാര് കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ്. ഇപ്പൊ അതും ചിത്തത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിഷയലോകങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവർ പഠിപ്പിക്കും ഇത് ഓരോന്നും. ഈ വിഷയപ്രപഞ്ചമല്ല, ഇത് ചിത്തമാണ്, ചിത്ത ഏകാഗ്രതയാണ്, ചിത്തവൃത്തി നിരോധമാണ്. വിഷയമുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ചിത്തവൃത്തി നിരോധമാണിത്. ഇതിനെ അവർ സംസരണം ചെയ്യുന്ന സംസാരത്തെ സ്ത്രീയായും പ്രകൃതിയായും സാധകനെ പുരുഷനായും സങ്കൽപ്പിച്ച് ആ പ്രപഞ്ചത്തിന്റെ അനന്ത സാധ്യതകളെ വിഷയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയങ്ങളിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന് വ്യവച്ഛേദിച്ച് ഏകാഗ്രമായ ചിത്തത്തിന്റെ തലത്തിലെത്തിച്ച് കഴിയുമ്പോൾ ഏകമായ പ്രണവം സംജാതമാവുകയും ആ ഉപാസനയിൽ നിന്ന് അറിവ് മുഴുവൻ സംജാതമാവുകയും ആ ഒരു അറിവിലെല്ലാം അറിയും. ഇതതിന്റെ പ്രക്രിയ. ഇത് വളരെ എളുപ്പവുമാണ്. ബാക്കിയൊക്കെ ക്ലിഷ്ടമാണ്. പുറത്തേക്കുള്ള പോക്കൊക്കെ ക്ലിഷ്ടമാണ്. ഇത് വളരെ എളുപ്പമാണ്. ഇതവന്റെ മൂലപ്രകൃതിയിലേക്ക് അവൻ തന്നെ നടന്നെടുക്കുന്നതാണ്. പക്ഷേ എല്ലാ കളികളും വിടാതെ അമ്മയുടെ മടിത്തട്ടിലേക്ക് അവൻ വരില്ല. വട്ട് കളിക്കുമ്പോഴും പന്ത് കളിക്കുമ്പോഴും പന്ത് കളിയും വട്ടുകളിയും മാറ്റി കുട്ടിയും കോലും കളിക്കുമ്പോഴും കളിയിൽ നിന്ന് കളിയിലേക്ക് മാറുന്ന അവന് ആ വിഷയസുഖങ്ങളിൽ ഓടുമ്പോൾ ഒരു സമയം അവന് വല്ലാത്തൊരു ദാഹമോ വിശപ്പോ വരുമ്പോൾ ഈ കുട്ടിയും കോലും ഈ വട്ടും ഈ പന്തുമെല്ലാം അർത്ഥശൂന്യമാവുകയും അവന്റെ മാതൃഭാവത്തിലേക്ക് അവൻ തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ആ മടിത്തട്ടിലേക്ക് അവൻ ഓടിയെത്തും. അതുപോലെയാണ് ജീവൻ അവന്റെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും കേളികൾ വലിച്ചെറിയുന്ന ഒരു സുദിനത്തിൽ മാത്രമേ ഏകാഗ്രമായ ചിത്തത്തിന്റെ സംഭ്രമമില്ലാത്ത ഏകാന്ത പ്രകൃതിയിലേക്ക് ഓടിയെത്തുകയുള്ളൂ എന്നാണ് ഉപമകളിലൂടെ, ഉൾപ്രേക്ഷകളിലൂടെ ആചാര്യന്മാർ ഈ സന്ദേശം നമുക്ക് തരുന്നത്. അല്ലാതെ ഇത് പഠിച്ചും പഠിപ്പിച്ചുമൊന്നും കിട്ടില്ല. പിന്നെ എന്തിനാ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നവന്റെ സാധന ശരിയാകാൻ.